മേടിച്ച് അടച്ചേക്ക് വന്ന ആളെ കാണുന്നില്ല. കല്യാണമല്ല, മാമോദീസ അല്ലേ? ആ, ഓക്കെ. വാ. ഈ മൈസൂർ കഴിഞ്ഞിട്ട് കനകപുര എന്ന് പറയുന്നൊരു സ്ഥലം അറിയാവോ? അവിടെ ഒരു റിസോർട്ടുണ്ട്. മൈസൂർ കനകപുര ബാംഗ്ലൂർ എത്തണ്ട, അതിന് മുമ്പെയാണ്. ഒരു ഗുഹാന്തരം എന്ന് പറഞ്ഞ റിസോർട്ട്. ഞങ്ങൾ സൺഡേ സ്കൂൾ അധ്യാപകരാ, ഉളിക്കലില്ലേ? ആ ആ അതിൻ്റെ അവിടെ ഒന്നില്ല. അപ്പോൾ അവിടത്തേക്ക് 14 സീറ്റിൻ്റെ ആ അതിനെത്ര ആകും? പക്ഷെ ബാംഗ്ലൂർ എത്തണം. അതിന് കൃത്യം കിലോമീറ്റർ തന്നെ ഗുഹാന്തരം എന്ന് പറഞ്ഞിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. നമ്മളിപ്പം നിങ്ങളുടെ ഡേറ്റിനൊക്കെ അനുസരിച്ചിട്ട് തീരുമാനിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ബാംഗ്ലൂർ എത്തണ്ട, ഒറ്റ ദിവസം കൊണ്ട് ശരിയാവില്ല. രാത്രി പോയിട്ട് ഒരു ദിവസം ഫുൾ അവിടുത്തെ ഇതാണ്. അവിടെ എങ്ങനെയാ വെച്ചിട്ട് രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 5 മണി 6 മണി വരെ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം. 1400 രൂപ ഒരാൾക്ക് ടിക്കറ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോരും. അപ്പം രാവിലെ 7 മണിക്ക് അവിടെ എത്തണം, വൈകുന്നേരം തിരിച്ചു പോരുന്നു. ആ തലേന്ന് രാത്രി വരെ. ടാക്സ് ഉൾപ്പെടെ ടാക്സ് എത്ര? ടാക്സ് 3000 രൂപ, 2500 രൂപ ടാക്സും 500 രൂപ പെർമിറ്റ്. പിന്നെ ടോളുണ്ട്. ടോള് നമ്മൾ അടയ്ക്കണം, അതോ ഇതിൻ്റെ അകത്ത് വരുന്നതാണോ? നോക്കിയിട്ട് ചെയ്താൽ മതി. ആ ടോള് വരുന്നുണ്ടെങ്കിൽ ടോള് പുറമെ വരും. പിടിച്ചോ. ഡൗട്ട് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഡൗട്ട് വന്നു? ഇന്നലെ ഡൗട്ട് ഉണ്ടായിരുന്നോ? വിളിച്ചപ്പോ എല്ലാം പറഞ്ഞായിരുന്നു. സ്ഥലത്ത് പോകെന്ന് പറഞ്ഞപ്പോഴേ പോരെന്ന് പറഞ്ഞു. തുറന്നു നോക്കും. ഷീനാനാണോന്ന് അറിയത്തില്ല. അത് മാത്രമൊന്നുമില്ല. വിളി വരുന്നുണ്ടല്ലോ, വിളിക്കാത്താണോ? അല്ലല്ല, അവരുടെ ഡ്യൂട്ടിയിലാണ്. ഓക്കെ, താങ്ക് യു. ഇഷ്ടപ്പെട്ടോ? പിന്നെ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ഭാര്യയുടെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് പുള്ളിക്കാരത്തി ക്യാഷ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങള് കേട്ടോ. ഇതൊരു ഫോട്ടോ ഫ്രെയിമാണ്. എന്താ ഉള്ളതെന്ന് പൊട്ടിച്ചോ. ഇവിടെ വർഷം അത് നിങ്ങളുടെയാണോ? ആണോ? ഈ ഒരു പരിപാടിക്ക് പോയിട്ട് വീട്ടിൽ പോയി ഡ്രസ് മാറി. നന്നായി. വീട് എവിടെയാ? നമ്മുടെ ടൗണിൽ. അതല്ലേ. ഞങ്ങള് പുളിക്കൽ. പിന്നെ വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് ഇങ്ങനെ കുറെ ഓർഡർ ഉണ്ട്. അപ്പൊ സമയം നമുക്ക് കൃത്യം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഉണ്ടോന്ന് വിളിച്ചു ചോദിച്ചിട്ട് വരാന്നൊക്കെ പറഞ്ഞു ഞങ്ങള്. അല്ലേ, ഇഷ്ടപ്പെട്ടില്ലേ? മക്കളെവിടെയാണ്? വീട്ടിലാണുള്ളത്. അപ്പൊ ഓക്കെ, പുള്ളിക്കാരനെ വിളിച്ചിട്ട് സംസാരിക്കുക. ആശംസകൾ. വേറെ സാധനങ്ങളുണ്ട്. പിന്നെ വാലന്റൈൻസ് ഡേ കേക്ക്. അപ്പൊ ഹാപ്പി ആണല്ലോ? ബാക്കി കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ച് തീർത്തോളൂ. ഞങ്ങൾ കയ്യിലൊരു ബന്ധമില്ല. തരിക എന്നുള്ളത് മാത്രമേ ഞങ്ങളുടെ ഉത്തരവാദിത്തമുള്ളൂ. ഓക്കെ ശരി കേട്ടോ.